ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വിഷു സീരീസിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു പായസം ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഗോതമ്പ് നുറുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇത് 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് ഗോതമ്പ് പായസത്തിന്. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് നുറുക്കിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓവറായിട്ട് വെള്ളമാക്കണ്ട, നമുക്ക് കുറച്ച് ഇതിങ്ങനെ പറ്റി എടുക്കുന്ന രീതിയിൽ എടുത്താൽ മതിയാകും. അപ്പോൾ സൈഡിൽ ഇരിക്കുന്ന നുറുക്ക് ഗോതമ്പെല്ലാം താഴെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഞാനിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗോതമ്പ് നുറുക്കൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ പാകത്തിനുള്ള വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും നുറുക്ക് ഗോതമ്പ് അടുക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ആ ശർക്കര ഉരുക്കിയത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗോതമ്പ് നുറുക്ക് കുക്ക് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കടന്നിട്ട് ഈ ഗോതമ്പ് നുറുക്കിലേക്ക് ശർക്കര പാനിയെല്ലാം നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഓവറായിട്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഈ ഒരു സമയത്ത് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിതിൽ 2ാം പാല് 1ാം പാല് മാത്രമാണ് ചേർക്കുന്നത്. 3ാം പാല് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അടിക്ക് പിടിക്കരുത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. ചുക്കോ ജീരകോ ഒന്നും ചേർക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തേങ്ങാക്കൊത്ത് നമ്മൾ ചേർക്കാറില്ല. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഒന്നുകൂടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.